മാലിന്യമുക്ത നഗരസഭയായി പുനലൂർ നഗരസഭയെ പ്രഖ്യാപിക്കുന്നതിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിലെ നടപ്പാതയോട് ചേർന്ന് ചെടിച്ചട്ടികളും സ്ഥാപിച്ചു. ഇതുകൂടാതെ പുനലൂർ നഗരസഭയിലെ വിവിധ പാലങ്ങൾ മോടി പിടിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി പുനലൂർ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വലിയ പാലം പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കുകയും ചെയ്തു. എങ്കിലും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ എന്തോ ഒരു പോരായ്മ കൂടിയില്ലേ എന്ന് ഇതുവഴി കടന്നു പോകുന്നവർ ഒന്നാലോചിക്കും. അത് വേറൊന്നുമല്ല, പാലത്തിന്റെ TV ജംഗ്ഷൻ ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്ന ഈ ഉണങ്ങിയ മരശിഖരങ്ങളാണ് അതിന് കാരണം. ഇതുകൂടാതെ ഈ ഭാഗത്ത് കാട് വളർന്ന് കിടക്കുന്നതായും കാണാം. ഇതും സത്യം പറഞ്ഞാൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ശോഭ കെടുത്തി. പുനലൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരോട് ഈ കാര്യം നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നമാണിത്. എന്നാൽ ഇപ്പോൾ ഇത് ആർക്കോ വേണ്ടി എന്തോ ചെയ്ത പോലെയുള്ള അനുഭവമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതേസമയം ഇതിനായി ഇനി പ്രത്യേക ഫണ്ട് വകയിരുത്തണോ അതോ നിവേദനം സമർപ്പിക്കണോ എന്നാണ് പുനലൂർ നിവാസികളുടെ ചോദ്യം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.